ഹായ് ഓൾ, വെൽക്കം ടു ടെക് പി എസ് സി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പോർഷൻ എന്ന് പറയുന്നത് എ സി ഫണ്ടമെൻറ്റൽസിൻ്റെ ഒരു ഫസ്റ്റ് പോർഷനാണ്. ഓക്കെ, സോ അത് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഇൻഡ്യൂസിങ് ആൻ ഇ എം എഫ്. സോ ഇൻഡ്യൂസിങ് ആൻ ഇ എം എഫ് എങ്ങനെയാണ്? ബൈ റൊട്ടേറ്റിംഗ് ദ കോയിൽ ഇൻസൈഡ് ദ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് കോൺസ്റ്റൻറ്റ് സ്പീഡ് ആൻഡ് ബൈ റൊട്ടേറ്റിംഗ് ദ മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് ദ സ്റ്റേഷനറി കോയിൽ അറ്റ് കോൺസ്റ്റൻറ്റ് സ്പീഡ്. രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം അല്ലേ? അതായത് ഒന്ന് എന്താണ്, നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിനെ മൂവ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ കോയിലിന് നമുക്ക് മൂവ് ചെയ്യാം. രണ്ട് രീതിയിലും. അപ്പോൾ ഒരു സമയത്ത് കോയിൽ സ്റ്റാറ്റിക് ആണെന്നുണ്ടെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് മൂവിങ് ആയിരിക്കും. അതല്ലെങ്കിൽ ഫീൽഡ് സ്റ്റാറ്റിക് ആയിരിക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ സ്റ്റേഷനറി ആയിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ കോയിൽ മൂവ് ചെയ്യുന്നുണ്ടാകും. സോ ഈ രണ്ട് രീതിയിലും എന്താണ്, നമുക്ക് ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇലക്ട്രോമാഗ്നറ്റിക്കലി നമുക്ക് ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇൻ സ്മോൾ എ സി ജനറേറ്റേഴ്സ് ദ കോയിൽ റൊട്ടേറ്റ്സ് ബിറ്റ്വീൻ ദ മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ഫോർ ലാർജ് എ സി ജനറേറ്റേഴ്സ് ദ മാഗ്നറ്റിക് ഫീൽഡ് വിൽ ബി റൊട്ടേറ്റിംഗ് അറൗണ്ട് ദ കോയിൽ. ഓക്കെ, ആൻഡ് കേസ് 1 എടുക്കുകയാണെങ്കിൽ, അതായത് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിന് ചുറ്റും എന്താണ്, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൽ കൂടെ നമ്മളൊരു സർക്യൂട്ടിനെ അല്ലെങ്കിൽ ഒരു വയറിനെ നമ്മൾ കോയിലിനെ നമ്മൾ മൂവ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണെന്ന് നോക്കാം. കേസ് 1, മൂവ് ദ വയർ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. സോ നമ്മൾ ഫിഗറിൽ കാണുന്ന പോലെ ആ ഒരു വയർ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. സോ അതിനെ നമ്മൾ ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ മൂവ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. മൂവിങ് ദ വയർ ഡൗൺവേർഡ്സ് ത്രൂ ദ മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡ്യൂസസ് ആൻ ഇ എം എഫ്. താഴേക്ക് നമ്മൾ അതിനെ മൂവ് ചെയ്യുമ്പോഴത്തേക്ക് എന്താണ്, ഒരു ഇ എം എഫ് അവിടെ ഇൻഡ്യൂസ് ചെയ്യപ്പെടുകയാണ്. ഓക്കെ, ആൻഡ് അറ്റ് ദ സെയിം ടൈം നമ്മൾ താഴേക്ക് മൂവ് ചെയ്തിട്ട് തിരിച്ച് വീണ്ടും മേളിലേക്ക് നമ്മൾ മൂവ് ചെയ്യുകയാണ്. ഓക്കെ, ഇഫ് യു ആർ മൂവിങ് ദ വയർ അപ്വേർഡ്സ് ത്രൂ ദ മാഗ്നറ്റിക് ഫീൽഡ് ഇറ്റ് വിൽ ബി ഇൻഡ്യൂസിങ് ആൻ ഇ എം എഫ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് മൂവ് ചെയ്യുന്ന ഡയറക്ഷനിൽ ഇൻഡ്യൂസ് ഇ എം എഫ് ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ടാമത് നമ്മൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കല്ലേ മൂവ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് എന്താണ്, ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫും എന്താണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഇൻഡ്യൂസ് ചെയ്യപ്പെടുക. ഓക്കെ, ആൻഡ് കേസ് 2, മൂവിങ് ദ മാഗ്നറ്റ് ഇൻ എ കോയിൽ ഓഫ് വയർ. അതായത് നമ്മുടെ കോയിൽ അല്ലെങ്കിൽ വയർ അല്ലെങ്കിൽ സർക്യൂട്ട് സ്റ്റേഷനറി ആയിരിക്കും, മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും അവിടെ മൂവ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ആ സിറ്റുവേഷൻ എടുക്കുകയാണെങ്കിൽ ഇഫ് ദ ബാർ മാഗ്നറ്റ് ഈസ് പുഷ്ഡ് ഇൻ ടു എ കോയിൽ ഓഫ് വയർ ആൻഡ് ഇ എം എഫ് ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ കോയിൽ. അതായത് നമ്മൾ ഈ വയറിൻ്റെ ഒരു കോയിലിൽ നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്കൊരു ബാർ മാഗ്നറ്റ് നമ്മൾ മൂവ് ചെയ്യുകയാണ്, കടത്തുകയാണ് എന്നുണ്ടെങ്കിൽ അതിൽ സ്വാഭാവികമായിട്ട് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് നമ്മുടെ ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ടാകും. ഓക്കെ, ഇൻഡ്യൂസ് ചെയ്യുന്നു. ആൻഡ് ഇഫ് ദ മാഗ്നറ്റ് ഈസ് വിഡ്രോൺ ഫ്രം ദ കോയിൽ, ഓക്കെ, നമ്മളെ കോയിലിൽ നിന്ന് മാഗ്നറ്റിനെ നമ്മൾ ബാക്കിലേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, വിഡ്രോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, അപ്പോഴും ഈ പറയുന്നത് പോലെ ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യപ്പെടും, ബട്ട് ഇറ്റ് വിൽ ബി ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഓക്കെ, if the magnet is withdrawn from the coil then an EMF is induced in the opposite direction. നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, നമ്മൾ ഒരു മൂവ്മെൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നു, മറ്റേ മൂവ്മെൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും എന്താണ്, അതിൻ്റെ ഓപ്പോസിറ്റ് മൂവ്മെൻറ്റ് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യപ്പെടുകയാണ്. സോ ഇങ്ങനെയാണ് നമ്മുടെ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡിൽ കൂടെ അല്ലെങ്കിൽ ഒരു സർക്യൂട്ട് യൂസ് ചെയ്തിട്ട് നമ്മൾ ഇൻഡ്യൂസ് ചെയ്യുന്നത്. എ സി നമ്മുടെ ജനറേഷൻ്റെ ബേസിക് ഐഡിയ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ആൻഡ് നമുക്ക് എ സി ജനറേഷനിലോട്ട് പോവാം. ആൻഡ് ജനറേറ്റർ ഈസ് എ ഡിവൈസ് ദാറ്റ് കൺവേർട്സ് മെക്കാനിക്കൽ അല്ലെങ്കിൽ കൈനറ്റിക് എനർജി ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി ഫോർ യൂസ് ഇൻ ആൻ എക്സ്റ്റേണൽ സർക്യൂട്ട്. ഓക്കെ, കൈനറ്റിക് എനർജി, അതായത് നമ്മുടെ ഈ ഒരു മൂവ്മെൻറ്റ് നേരത്തെ പറഞ്ഞില്ലേ, കോയിൽ മൂവ് ചെയ്യുക അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് മൂവ് ചെയ്യുക എന്ന് പറഞ്ഞില്ല, ആ ഒരു മൂവ്മെൻറ്റിനെയാണ് നമ്മൾ മെക്കാനിക്കൽ എനർജി എന്ന് അവിടെ സൂചിപ്പിച്ചത്, അല്ലെങ്കിൽ കൈനറ്റിക് എനർജി എന്ന് സൂചിപ്പിച്ചത്. കൈനറ്റിക് മൂവ്മെൻറ്റ് എന്നുള്ളതാണത് സൂചിപ്പിക്കുന്നത്. ഓക്കെ, സോ ആ ഒരു കൈനറ്റിക് എനർജിയാണ് നമ്മുടെ ഇലക്ട്രിക്കൽ എനർജിയിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുന്നത്. അതാണ് നമ്മുടെ ജനറേറ്ററിൽ സംഭവിക്കുന്നത്. മെക്കാനിക്കൽ ഓർ കൈനറ്റിക് എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. And to build a generator, we need two things. First of all, a magnetic field, and second, a moving wire, അല്ലെങ്കിൽ ഒരു coil. Okay, so ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് വേണം. And as the coil rotates, it cuts the magnetic fields and an EMF is generated and the current will be flowing across the circuit. Okay, അതായത് നമ്മൾ കോയിൽ റൊട്ടേറ്റ് ചെയ്യുന്നു, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ലൈൻസ്, അതായത് മാഗ്നറ്റിക് ലൈൻസ് കട്ട് ചെയ്യപ്പെടുന്നു. ഈ കട്ട് ചെയ്യപ്പെടുന്ന സന്ദർഭങ്ങളിലാണ് നമ്മുടെ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നത്, ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ആൻഡ് ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഒരു കറണ്ട് അതുവഴി ഫ്ലോ ചെയ്യുന്നുണ്ടാകും. ഓക്കെ, സോ ദിസ് ഈസ് എ ബേസിക് എ സി ജനറേഷൻ. ആൻഡ് ഓൾട്ടർനേറ്റിംഗ് കറണ്ടിലേക്ക് പോവുകയാണെങ്കിൽ വോൾട്ടേജസ് ഓഫ് എ സി സോഴ്സസ് ഓൾട്ടർനേറ്റ് ഇൻ പൊളാരിറ്റി ആൻഡ് വേരി ഇൻ മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, അതായത്
AC സോഴ്സുകളുടെ വോൾട്ടേജ് എന്ന് പറയുന്നത് പൊളാരിറ്റി ഓൾട്ടർനേറ്റീവ് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, ഓൾട്ടർനേറ്റീവായിട്ട് മാറിക്കൊണ്ടിരിക്കും. ആൻഡ് അത് മാത്രമല്ല അതിൻ്റെ മാഗ്നിറ്റ്യൂഡും വേരി ചെയ്യുന്നുണ്ടാകും. ഓക്കെ, നമ്മൾ AC പറയുന്നതിന് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, AC ഫണ്ടമെൻറ്റൽസിൽ അല്ലെങ്കിൽ AC വോൾട്ടേജ് അല്ലെങ്കിൽ AC കറണ്ട് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എന്താണ് ഓൾട്ടർനേറ്റിംഗ് ആണത്. ഓൾട്ടർനേറ്റിംഗ് പറയുമ്പോൾ ശരിക്കും DC എന്ന് പറയുന്നത് ഡയറക്റ്റ് കറണ്ട് നമ്മൾ പറയത്തില്ല, അതായത് അത് യൂണി ഡയറക്ഷനിലാണ്. സെയിം ടൈം AC വിൽ ബി എന്താണ് ബൈ ഡയറക്ഷനിലായിരിക്കും. അതാണ് അതിൻ്റെ പൊളാരിറ്റി സ്വിച്ച് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ പറയുന്നത്, അല്ലെങ്കിൽ പൊളാരിറ്റി ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്ന് പറയുന്നത്. ആൻഡ് ദ വോൾട്ടേജ് പ്രൊഡ്യൂസ് കറൻറ്റ്സ് ദാറ്റ് വേരി ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഓൾട്ടർനേറ്റ് ഇൻ ഡയറക്ഷൻ. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ വേരിയിങ് ആയിട്ടുള്ള പൊളാരിറ്റി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന വോൾട്ടേജാണ് ആ AC സോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വോൾട്ടേജ് വേരി ചെയ്യുന്ന വോൾട്ടേജ് പ്രൊവൈഡ് ചെയ്യുന്ന സോഴ്സുകൾ കാരണം ഉണ്ടാകുന്ന കറൻറ്റും അതുപോലെ തന്നെ വേരിയിങ് ആയിരിക്കും. അതിൻ്റെ പൊളാരിറ്റിയും വേരിയിങ് ആയിരിക്കും, മാഗ്നിറ്റ്യൂഡും വേരിയിങ് ആയിരിക്കും. സോ അതാണ് ഒരു AC കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് എ സിനുസോയ്ഡൽ AC വേവ് ഫോം സ്റ്റാർട്ട്സ് അറ്റ് 0 ആൻഡ് ഇറ്റ് ഇൻക്രീസസ് ടു പോസിറ്റീവ് മാക്സിമം. നിങ്ങൾ ആ ഡയഗ്രാമിൽ നോക്കിയാൽ മതി, നമ്മുടെ ഒരു വേവ് ഫോം കണ്ടില്ലേ, അതിൽ വോൾട്ടേജ് 0യിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ AC വേവ് ഫോം സിനുസോയ്ഡൽ AC വേവ് ഫോം സ്റ്റാർട്ട് ചെയ്യുന്നത് 0യിൽ നിന്നാണ്. ആൻഡ് അത് പോസിറ്റീവ് മാക്സിമത്തിലോട്ട് പോയിട്ട് തിരിച്ച് വീണ്ടും എന്താണത് ഡിക്രീസസ് ടു 0. ആൻഡ് അത് കഴിഞ്ഞിട്ട് എന്താ അത് പൊളാരിറ്റി ചേഞ്ച് ചെയ്യുന്നു, ഓപ്പോസിറ്റ് പൊളാരിറ്റി അല്ലെങ്കിൽ നെഗറ്റീവ് സൈഡിലോട്ട് അത് പോയി എന്താണ് നെഗറ്റീവ് മാക്സിമത്തിലേക്ക് എത്തുന്നു. ആൻഡ് അതിനുശേഷം എന്താണ് അത് തിരിച്ച് വീണ്ടും 0യിലേക്ക് വരുന്നു. ഇങ്ങനെ വരുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു സൈക്കിള് കംപ്ലീറ്റ് ആകുന്നു. ആൻഡ് ഇറ്റ് കണ്ടിന്യൂസ്, വീണ്ടും ഇത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇതാണ് അതിൽ സംഭവിക്കുന്നത്. ഒരു ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റിയിൽ സംഭവിക്കുന്നത് ഇങ്ങനെയാണ്. ആൻഡ് ദിസ് വേരിയേഷൻ ഈസ് കോൾഡ് എ സൈക്കിൾ. ഈ ഒരു ഫുൾ എന്താ പറയുന്ന ആ ഒരു ചേഞ്ച് ഓവറിനെയാണ് നമ്മൾ ഒരു സൈക്കിൾ എന്ന് പറയുന്നത്. ഈ ഒരു വേരിയേഷൻ്റെ ഫുൾ ചേഞ്ച് ഓവറിനെയാണ് നമ്മൾ സൈക്കിൾ എന്ന് പറയുന്നുണ്ടാവുക. ഓക്കെ, ആൻഡ് ജനറേഷൻ ഓഫ് AC വോൾട്ടേജ്. ഫിഗറിൽ നോക്കിയാൽ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഒരു AC ജനറേറ്ററിൻ്റെ വർക്കിംഗ് കാണുന്നത്. അതിൻ്റെ ഒരു ബേസിക് ഐഡിയ ഇതാണ്. ആൻഡ് എന്താണ്, നമ്മളൊരു കോയിലുണ്ട്, നമുക്ക് ഒരു ഫീൽഡുണ്ട്, മാഗ്നറ്റിക് ഫീൽഡുണ്ട്. ആൻഡ് അത് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാകത്തിന് നമ്മൾ കറക്റ്റായിട്ട് എന്താണ് സ്ലിപ്പ് ഒക്കെ വെച്ച് കൊടുത്ത്, കമ്മ്യൂട്ടേറ്റേഴ്സ് വെച്ച് കൊടുത്ത്, ബ്രഷൊക്കെ കൊടുത്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ഇത് നമ്മൾ 0 പൊസിഷൻ അല്ലെങ്കിൽ 0 ഡിഗ്രി പൊസിഷൻ, എ ഡയഗ്രാമില്ലേ, എ ഡയഗ്രാമിൽ പറഞ്ഞിരിക്കുന്ന പോലെ 0 ഡിഗ്രി പൊസിഷനിലാകുമ്പോഴത്തേക്കും എന്താ ദ കോയിൽ സൈഡ്സ് മൂവ് പാരലൽ ടു ദ ഫ്ലക്സ് ലൈൻസ്. നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് ആയിട്ടുള്ള ഫ്ലക്സ് ലൈൻസിന് പാരലലായിട്ടാണ് ആ സമയത്ത് 0 ഡിഗ്രി പൊസിഷനിൽ കോയിൽ ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്താ ഫ്ലക്സ് കട്ട് ചെയ്യപ്പെടുന്നില്ല. സോ കട്ട് ചെയ്യാത്തിടത്തോളം എന്താണ് ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് വിൽ ബി 0. ആൻഡ് കട്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് അവിടെ വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നത്. സോ നമ്മൾ നെക്സ്റ്റ് ഡയഗ്രാം എടുക്കുകയാണെങ്കിൽ, ബി ഡയഗ്രാം എടുക്കുകയാണെങ്കിൽ 90 ഡിഗ്രി പൊസിഷനിലായിരിക്കും എന്താണ് നമ്മുടെ കോയിലിരിക്കുക. ആൻഡ് കോയിൽ എൻഡ് എ ഈസ് പോസിറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ബി ആൻഡ് ദ കറണ്ട് ഡയറക്ഷൻ ഈസ് ഔട്ട് ഓഫ് സ്ലിപ്പ് റിംഗ് എ. അതായത് കംപ്ലീറ്റ് ആയിട്ടുള്ള കട്ടിംഗ് ആണ് അവിടെ നടക്കുന്നത്. നമ്മൾ 0 to 90 ഡിഗ്രി പൊസിഷനിൽ മൂവ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ചായിട്ടായിരിക്കും നമ്മുടെ എന്താ ഈ ഫീൽഡ് അല്ലെങ്കിൽ ലൈൻസ് കട്ട് ചെയ്യുന്നത്. ആൻഡ് ബൈ ദ ടൈം യു റീച്ച് സെക്കൻഡ് പൊസിഷൻ, അതായത് 90 ഡിഗ്രി പൊസിഷനിൽ എത്തുമ്പോഴത്തേക്കും എന്താണ് കംപ്ലീറ്റ് ആയിട്ടുള്ള കട്ടിങ് അവിടെ നടക്കുകയാണ്. അപ്പോഴത്തേക്കും മാക്സിമം കറണ്ട് ആയിരിക്കും അതുവഴി പാസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ മാക്സിമം EMF ആയിരിക്കും അവിടെ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നത്. സോ ആ സമയത്ത് എന്താണ് പോസിറ്റീവ് മാക്സിലായിരിക്കും കറണ്ട് ഡയറക്ഷൻ എന്ന് പറയുന്നത് സ്ലിപ്പ് റിംഗ് എയിൽ കൂടെ ആയിരിക്കും അത് സംഭവിക്കുന്നുണ്ടാവുക. ഓക്കെ, ആൻഡ് സി ഡയഗ്രാം സി, ആ സമയത്ത് പൊസിഷൻ എന്ന് പറയുന്നത് എന്താണ് 180 ഡിഗ്രി ആയിരിക്കും. 180 ഡിഗ്രി വിൽ ബി സിമിലർ ടു 0. ഓക്കെ, 0 പോലെ തന്നെ, കാരണം എന്താ വീണ്ടും ഇതിന് പാരലലായിട്ടായിരിക്കും വരിക, നമ്മുടെ ലൈൻസ് ഓഫ് ഫ്ലക്സിന് പാരലലായിട്ടായിരിക്കും വരിക. സോ ദ കോയിൽ അഗൈൻ കട്ടിങ്, ദ കോയിൽ will not be cutting any flux, so the induced voltage will be 0. Okay, and നെക്സ്റ്റ് പൊസിഷൻ എടുക്കുകയാണെങ്കിൽ 270 ഡി ഡയഗ്രാമിലെ അല്ലെങ്കിൽ ഡി പൊസിഷനിലെ 270 ഡിഗ്രി പൊസിഷനിൽ വരുമ്പോഴത്തേക്ക് എന്താണ് നേരത്തെ 90 ഡിഗ്രിയുടെ പറഞ്ഞതുപോലെ തന്നെ ഒരു ചേഞ്ച് ഓവർ ഉണ്ടാകും. ഓക്കെ, സോ ആ ചേഞ്ച് ഓവർ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് ഫുള്ളായിട്ട് ഈ 180 ഡിഗ്രിയിൽ നിന്ന് 270യിലേക്ക് വരുമ്പോഴത്തേക്കും ലൈൻസ് വീണ്ടും കട്ട് ചെയ്യുന്നു, പയ്യെ കുറച്ചായിട്ട് കട്ട് ചെയ്ത് 270 എത്തുമ്പോഴത്തേക്കും മാക്സിമം കട്ടിങ് അവിടെ സംഭവിക്കുകയാണ്. മാക്സിമം കട്ടിങ് സംഭവിച്ചിട്ട് അവിടെ ഫുള്ളായിട്ടുള്ള എന്താണ് EMFൻ്റെ ഇൻഡക്ഷനാണ് അവിടെ ഇൻഡ്യൂസ് ചെയ്യപ്പെടുകയാണ്. ഓക്കെ, ഇൻഡക്ഷൻ ഐ മീൻ ഇൻഡ്യൂസ് ചെയ്യപ്പെടുകയാണ് അവിടെ സംഭവിക്കുന്നത്. സോ മാക്സിമം കറണ്ട് വിൽ ബി ഫ്ലോയിങ്, ബട്ട് ഇൻ വാട്ട് ഡയറക്ഷൻ? ഇൻ ദ
ഓപ്പോസിറ്റ് ഡയറക്ഷൻ വിൽ ബി റിവേഴ്സിങ്. ഓക്കെ, സോ അതാണ് ഇവിടെ പറയുന്നത്, വോൾട്ടേജ് പൊളാരിറ്റി ഹാസ് റിവേഴ്സ്ഡ്, സോ ദെർഫോർ ദ കറണ്ട് ഡയറക്ഷൻ ഓൾസോ റിവേഴ്സസ്. ഓക്കെ, സോ നമ്മൾ ഈ പറഞ്ഞ ഒരു 4 ഡയഗ്രത്തിനെയാണ് ഈ ഒരു വേവ് ഫോമിൽ മേളിലായിട്ട് ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഡിഗ്രി നമ്മുടെ പൊസിഷൻ 0 ഡിഗ്രി വരുമ്പോഴത്തേക്കുമുള്ള ഫസ്റ്റ് ഡയഗ്രാമാണ് ഈ കാണിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് മാക്സിമം വരുമ്പോഴുള്ള 90 ഡിഗ്രിയിലുള്ള കാര്യമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോ 0 to 90 ആ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ EMF ഇൻഡ്യൂസ് വിൽ ബി ഫ്രം 0 to E max. ഓക്കെ, E മാക്സിലേക്കായിരിക്കും EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന മാക്സിമം വാല്യൂയിലേക്കായിരിക്കും മൂവ് ചെയ്യുന്നത്. ആൻഡ് ഫ്രം 90 ഡിഗ്രി ടു 180 ഡിഗ്രി നേരെ തിരിച്ചായിരിക്കും. എന്താണ്, ഈ മാക്സിൽ നിന്ന് 0യിലേക്കുള്ളൊരു ഡിക്ലൈൻ ആയിരിക്കും അവിടെ സംഭവിക്കുന്നത്. ആൻഡ് ഫ്രം 180 ഡിഗ്രി ടു 270 ഡിഗ്രി സംഭവിക്കുന്നത് എന്താണ്, ദ പൊളാരിറ്റി വിൽ ബി ഷിഫ്റ്റിംഗ്. സോ ഇൻഡക്ഷൻ ഇവിടെ നടക്കുന്നുണ്ട്, ബട്ട് വിൽ ബി ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആൻഡ് ദ കറണ്ട് ഫ്ലോയിങ് വിൽ ബി ഓൾസോ ബി ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ആ സമയത്ത് 180 ഡിഗ്രിയിൽ നിന്ന് 270യിലേക്ക് സംഭവിക്കുന്നത് 0യിൽ നിന്ന് ഇ മാക്സിലേക്കായിരിക്കും പോകുന്നത്, ബട്ട് ഇറ്റ് വിൽ ബി ഇൻ ദ നെഗറ്റീവ് ഇ മാക്സ്. ഓക്കെ, മൈനസ് EMലേക്കായിരിക്കും അതിൻ്റെ വാല്യൂ പോകുന്നുണ്ടാവുക. ആൻഡ് ഫ്രം 270 ടു 360 ഇറ്റ് വിൽ അഗെയിൻ ബി ഡിക്ലൈനിങ് ഫ്രം മൈനസ് ഇ മാക്സ് ടു 0. അതായത് നെഗറ്റീവ് മാക്സിമം എന്നുള്ള പൊളാരിറ്റിയിൽ നിന്ന് വാല്യൂവിൽ നിന്ന് 0യിലേക്ക് അത് പോകുന്നുണ്ടാകും. ഓക്കെ, സോ ഇതാണൊരു കംപ്ലീറ്റ് സൈക്കിള് വരുന്നത്. ഓക്കെ, AC ഫണ്ടമെൻറ്റൽസിൽ നമ്മുടെ ഒരു AC ക്വാണ്ടിറ്റി, ഒരു ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി റിലേറ്റ് ചെയ്ത് വരുന്ന ബേസിക് ആയിട്ടുള്ള ടേംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് വേവ് ഫോം. നമ്മൾ കേട്ടിട്ടുണ്ട് ഒരു വേവ് ഫോം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. എന്താണ് ഉദ്ദേശിക്കുന്നത്? അത് സൂചിപ്പിക്കുന്നത് നമ്മുടെ സിഗ്നലിൻ്റെ ഷേപ്പാണ്. വേവ് ഫോം റെപ്രസെൻറ്റ്സ് ദ ഷേപ്പ് ഓഫ് ദ സിഗ്നൽ. അത് സൈൻ വേവ് ആവാം, ട്രയാങ്കുലർ ആവാം, റെക്റ്റാങ്കുലർ ആവാം, സ്ക്വയർ ആവാം. പല വേവ് ഫോംസ്, പല ടൈപ്പ് ഓഫ് വേവ് ഫോംസ് നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, ആൻഡ് അടുത്ത് വരുന്നത് എന്താണ്, ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ. പേര് തന്നെ ഉണ്ട്, ആ ഇൻസ്റ്റൻറ്റിലെ വാല്യൂവിനെ സൂചിപ്പിക്കുന്നതാണ് ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ. ദ വാല്യൂ അറ്റ് എ പെർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം ആൻഡ് ദ വാല്യൂ ഓഫ് ആൻ ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി, വെദർ AC voltage or AC current or AC power, anything alternating and at a particular instant of time in the cycle. ഓക്കെ, ആ സൈക്കിൾ, അതിൻ്റെ സൈക്കിളിൽ ഏതൊരു ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി ആണോ അതിൻ്റെ ആ പെർട്ടിക്കുലർ സൈക്കിളിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിലുള്ള ക്വാണ്ടിറ്റിയാണ് അതിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ എന്ന് നമ്മൾ സൂചിപ്പിക്കുന്നത്. ഓക്കെ, ആൻഡ് ദർ ആർ അൺകൗണ്ടബിൾ നമ്പർ ഓഫ് ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂസ് ദാറ്റ് എക്സിസ്റ്റ് ഇൻ എ സൈക്കിൾ. കാരണം ഒരു കണ്ടിന്യൂസ് സൈക്കിൾ എടുക്കുകയാണെങ്കിൽ അതിൽ എത്ര വേണമെങ്കിലും ഇൻസ്റ്റൻസസ് നമുക്ക് പറയാം. ഓക്കെ, സോ അതുകൊണ്ടാണ് നമുക്ക് അൺകൗണ്ടബിൾ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് E ഈക്വൽ ടു E max sin omega t ആൻഡ് at omega t is equal to 0 degree, our E will be equal to 0. അതായത് നമ്മുടെ ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത് 0 ആയിരിക്കും. അറ്റ് ദ ടൈം omega t equal to 90 degree, E will be equal to E max, അതായത് മാക്സിമം ഇൻഡ്യൂസ്ഡ് EMF ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വരുന്ന ടേം എന്താണ്, ആംപ്ലിറ്റ്യൂഡ്. ആംപ്ലിറ്റ്യൂഡ് പേര് തന്നെ ഉണ്ട്, എന്താണ്, ആ ഒരു ഹൈറ്റ് അല്ലെങ്കിൽ ആ ഒരു സൈസ് അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക എത്രത്തോളം ഉണ്ട് എന്നുള്ളത് സൂചിപ്പിക്കുന്നത്. ഓക്കെ, സോ ദ മാക്സിമം വാല്യൂ വെദർ പോസിറ്റീവ് ഓർ നെഗറ്റീവ് വിച്ച് ആൻ ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി അറ്റൈൻസ് ഡ്യൂറിങ് വൺ കംപ്ലീറ്റ് സൈക്കിൾ ഓർ ഇറ്റ്സ് പീക്ക് വാല്യൂ ഓർ മാക്സിമം വാല്യൂ. ഓക്കെ, അപ്പോൾ എന്താണ് പറയുന്നത്, ഒരു കംപ്ലീറ്റ് സൈക്കിള് എടുക്കുന്ന സമയത്ത് ഒരു ക്വാണ്ടിറ്റി, ഏതെങ്കിലും ഒരു ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റിക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന അതിൻ്റെ മാക്സിമം വാല്യൂവിനെയാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇറ്റ് കുഡ് ബി എന്താണ്, പോസിറ്റീവോ നെഗറ്റീവ്. ഓക്കെ, നെഗറ്റീവോ പോസിറ്റീവോ ആവാം. ഇതിൽ മാക്സിമം വാല്യൂവിനെയാണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അതിന് മറ്റൊരു പേരാണ് നമ്മൾ പീക്ക് വാല്യൂ അല്ലെങ്കിൽ മാക്സിമം വാല്യൂ എന്ന് പറയുക. ഈ ആംപ്ലിറ്റ്യൂഡിൻ്റെ മറ്റൊരു പേരാണ് പീക്ക് വാല്യൂ അല്ലെങ്കിൽ മാക്സിമം വാല്യൂ. ആൻഡ് അടുത്ത് വരുന്നത് എന്താണ്, സൈക്കിൾ. എ കംപ്ലീറ്റ് സെറ്റ് ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വാല്യൂസ് ഓഫ് ആൻ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ഓർ കറണ്ട് ഈസ് കോൾഡ് എ സൈക്കിൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പോസിറ്റീവ് നെഗറ്റീവ് വാല്യൂസ് ഉണ്ട്, ഇതിൻ്റെ എല്ലാം ഒരു കംപ്ലീറ്റ് സെറ്റിനെയാണ് നമ്മൾ എന്താണ് ഒരു സൈക്കിൾ എന്ന് സൂചിപ്പിക്കുന്നത്. വെദർ ഇറ്റ് ക്യാൻ ബി ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ഓർ ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. ഓക്കെ, ആൻഡ് ഈ സൈക്കിൾ സൂചിപ്പിക്കുന്നത് എന്താണ്, 360 ഡിഗ്രി. ആ ഫുൾ സെറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് 360 ഡിഗ്രി റൊട്ടേഷൻ അല്ലെങ്കിൽ 360 ഡിഗ്രിയാണ് നമ്മളത് സൂചിപ്പിക്കുന്നത്, ഒരു കംപ്ലീറ്റ് സൈക്കിൾ എന്നുള്ളത് സൂചിപ്പിക്കുന്നത്. അതല്ലെങ്കിൽ അതിന് നമ്മൾ റേഡിയൻസിൽ പറയുമ്പോൾ 2π റേഡിയൻസ് എന്നുള്ള രീതിയിലായിരിക്കും പറയുന്നുണ്ടാവുക. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വരുന്നത് എന്താണ്, ഓഫ് കോഴ്സ് ടൈം പീരീഡ്.
എത്ര സമയമെടുത്തു എന്നുള്ളത്. ഓക്കെ, സോ ടൈം പീരീഡ്, ദ ടൈം ടേക്കൺ ബൈ ആൻ ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി ടു കംപ്ലീറ്റ് വൺ സൈക്കിൾ ഇസ് കോൾഡ് ഇറ്റ്സ് ടൈം പീരീഡ്. ഒരു ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി അതിൻ്റെ കംപ്ലീറ്റ് സൈക്കിള് തീർക്കാനായിട്ട് എത്ര സമയം എടുത്തു എന്നുള്ളത് സൂചിപ്പിക്കുന്നതാണ് അതിൻ്റെ ടൈം പീരീഡ് എന്ന് നമ്മൾ പറയുക. ഓക്കെ, ആൻഡ് അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എപ്പോഴും സെക്കൻഡ്സിലായിരിക്കും. ഓക്കെ, ആൻഡ് ഫ്രീക്വൻസി നമ്മൾ മെൻഷൻ ചെയ്യുന്നത് സ്മോൾ എഫ് എന്നുള്ള ലെറ്ററിലാണ്. ആൻഡ് ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡ്. ഓക്കെ, ഒരു സെക്കൻഡിൽ എത്ര സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നു എന്ന് സൂചിപ്പിക്കുന്നതാണ് അതിൻ്റെ ഫ്രീക്വൻസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റിയുടെ ഫ്രീക്വൻസി എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് ഒരു സെക്കൻഡിനകത്ത് ആ ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി എത്ര സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് ടൈം പീരീഡ് ആൻഡ് എഫ് ഈക്വൽ ടു 1/t. ആൻഡ് അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഹെർട്സ് ആണ് അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഫോർ എക്സാമ്പിൾ ഇഫ് എഫ് ഇസ് ഈക്വൽ ടു 50 ഹെർട്സ്, നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളതാണ് ഫ്രീക്വൻസി 50 ഹെർട്സ്. നമുക്കറിയാം നമ്മുടെ സപ്ലൈ വരുന്നത് 50 ഹെർട്സിലാണ്. ആൻഡ് അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ടൈം പീരീഡ് എത്ര? അതിൻ്റെ ടൈം പീരീഡ് എത്രയാണ്? എഫ് ഇസ് ഈക്വൽ ടു 1/t ആണ്. അങ്ങനെയാണെങ്കിൽ ടി വിൽ ബി ഈക്വൽ ടു എന്താണ്? 1/f ആയിരിക്കില്ലേ? സോ 1/f എടുക്കുമ്പോഴത്തേക്ക് എത്രയാണ്? 1/50 എടുക്കുമ്പോൾ എത്ര സെക്കൻഡ് വരും? 0.02 സെക്കൻഡ്സ്. 0.02 സെക്കൻഡ്സ് ആണ് അപ്പോൾ നമ്മുടെ സപ്ലൈയുടെ വീട്ടിലേക്കൊക്കെ വരുന്ന കറണ്ടിൻ്റെ സപ്ലൈയുടെ എന്താണ് ടൈം പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റിയുടെ ടൈം പീരീഡ് എന്ന് പറയുന്നത് 0.02 സെക്കൻഡ് ആണ്. ആൻഡ് അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 50 ഹെർട്സ് ആണ്. അതായത് സൂചിപ്പിക്കുന്ന ഒരു സെക്കൻഡിൽ 50 സൈക്കിൾ അവിടെ നടക്കുന്നു എന്നുള്ളതാണ്. 50 കംപ്ലീറ്റ് സൈക്കിൾസ് അവിടെ സംഭവിക്കുന്നുണ്ട്. 50 തവണ അത് മാറുകയാണ്. ഇത്രയും സൈക്കിൾ സംഭവിക്കുകയാണ് അതിൻ്റെ ഫ്രീക്വൻസി 50 ഹെർട്സ് എന്നുള്ളതിൽ സൂചിപ്പിക്കുന്നത്. ഓക്കെ.